ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി HD രേവണ്ണ കസ്റ്റഡിയിലായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾ പങ്കുവച്ചിരുന്നതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് കടക്കുന്നത്. HD ദേവഗൌഡയുടെ വസതിയിൽ നിന്നാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ബംഗളൂരുവിലെ SIT ഓഫീസിന് മുമ്പിൽ നിന്ന് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നാടകീയമായ രംഗങ്ങളിലൂടെയാണ് കർണാടക കടന്നുപോകുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? റിജിത്ത്, അല്പസമയം മുമ്പാണ് കർണാടകയിലെ മുൻ മന്ത്രിയും HD ദേവഗൌഡയുടെ മകനുമായിട്ടുള്ള HD രേവണ്ണയെ ലൈംഗികാതിക്രമ കേസിൽ പിടികൂടിയത്. HD ദേവഗൌഡയുടെ വസതിയിൽ, ബംഗളൂരുവിലെ വസതിയിൽ വെച്ചാണ് രേവണ്ണയെ പിടികൂടിയിട്ടുള്ളത്, കസ്റ്റഡിയിലെടുത്തത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബംഗളൂരുവിലെ അന്വേഷണ സംഘത്തിന്റെ CID ഓഫീസിന് മുന്നിലാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഈ ഓഫീസിനകത്താണ് ഇപ്പോൾ HD രേവണ്ണ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് HD ദേവഗൌഡയുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നേരെ ഈ ഓഫീസിലേക്കാണ് രേവണ്ണയെ കൊണ്ടുവന്നത്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള നാടകീയമായിട്ടുള്ള സംഭവവികാസങ്ങളാണ് കർണാടകയിൽ ഉണ്ടാവുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് 7-ാം തീയതി തെരഞ്ഞെടുപ്പ്. അതിന്റെ 2 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ വളരെ നാടകീയമായി കർണാടകയിലെ JDSന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ, HD ദേവഗൌഡയുടെ മകനെ, ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അതിനെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരം നടപടികൾ നാളെ മാത്രമേ ഉണ്ടാവൂ എന്നതാണ് നമ്മളിപ്പോൾ ലഭ്യമാവുന്നത്. ഇപ്പോൾ പ്രാഥമികമായ SIT ഓഫീസിന് മുമ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. HD രേവണ്ണയെ ചോദ്യം ചെയ്യുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.